റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തെരഞ്ഞെടുപ്പ് പാർലമെന്ററി കമ്മിറ്റികളിൽ നിന്ന് യൂത്ത് ലീഗിനെ ഒഴിവാക്കിയതിൽ അമർഷം പുകയുന്നു. ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തലങ്ങളിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ലെന്നാണ് ആക്ഷേപം. സാദിഖ് അലി തങ്ങളുടെ തീരുമാനങ്ങൾ ലീഗിൽ അട്ടിമറിക്കുന്നുവെന്നാണ് ആരോപണം. യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങളുടെ ശബ്ദ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. യൂത്ത് ലീഗ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റികളുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ ഉയർന്ന വിമർശനത്തിന്റെ സ്ക്രീൻഷോട്ടുകളും റിപ്പോർട്ടറിന് ലഭിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ ഇതൊക്കെ വളരെ ശക്തമായ രീതിയിൽ അത് പറയുകയൊക്കെ ചെയ്തിട്ട് ചർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് രണ്ടിനുള്ളിൽ ലീഡേഴ്സിനെ കണ്ടിട്ട് ഈ രണ്ട് കാര്യത്തിലും ഒരു തീരുമാനത്തിലെത്തുന്നൊക്കെയാണ് പറയണത്. സാധിക്കത്തിൽ തങ്ങൾ സംസാരിക്കും വളരെ പോസിറ്റീവായിട്ട് തങ്ങളെല്ലാ കാര്യത്തിലും സംസാരിക്കുന്നതും പിന്നീട് എന്താണ് ഇതിൽ വരുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാവണമില്ല. വളരെയധികം യൂത്ത് ലീഗിനെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള സംഗതിയാണെന്നുള്ളത് എല്ലാവരും എല്ലാ ജില്ലാ കമ്മിറ്റികളും പ്രത്യേകിച്ച് നന്നായി പറയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്ററി ഇതിൽക്കൊക്കെ യൂത്ത് ലീഗിന്റെ പരിഗണന ലഭിക്കാത്തതിനൊക്കെ വളരെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ തന്നെ അത് ചർച്ച ചെയ്യും, അതിന് വേണ്ട തീരുമാനങ്ങളാക്കാനൊക്കെ നേതൃത്വത്തെ ചുമതലപ്പെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ. അഷ്കർ, സാദിഖ് അലി തങ്ങൾ പോസിറ്റീവായിട്ടുള്ള തീരുമാനമെടുക്കുന്നു, പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഇതിലിപ്പോൾ എന്താണ് ഈ സംസ്ഥാന നേതൃത്വത്തെ കാണുക എന്നടക്കമുള്ള തീരുമാനങ്ങൾ, ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഇതിലുള്ള അവരുടെ അമർഷമടക്കം ബോധ്യപ്പെടുത്തുക, പറയുക എന്നുള്ള തീരുമാനത്തിലേക്കാണോ എത്തിയിരിക്കുന്നത്? ഇത് ഉടനെ തന്നെ സംസ്ഥാന നേതൃത്വത്തെ നേരിൽ കാണാം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ നേരിൽ കാണാനാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ യൂത്ത് ലീഗിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ 7 ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കുന്ന വാർത്താക്കുറിപ്പാണ് യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം ഇറക്കിയത്. പക്ഷേ ആ വന്ന വാർത്തകൾ ശരിവെക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ വർക്കിംഗ് കമ്മിറ്റി ഗ്രൂപ്പിൽ തന്നെ ഇത്തരത്തിൽ ശബ്ദ സന്ദേശം വച്ചിരിക്കുന്നത്. 3 തവണ വ്യവസ്ഥയിൽ ഇളവ് നൽകരുതെന്നുള്ള യൂത്ത് ലീഗിന്റെ ആവശ്യം